സോ ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞങ്ങൾ നേരത്തെ ഇരുന്നിങ്ങനെ കുറച്ച് നേരമായി സംസാരം തുടങ്ങിയിട്ട് അത്യാവശ്യം ഒരു ഫോമൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം ഇനിയില്ല. രണ്ടുപേരും വെരി ഫെമിലിയർ പീപ്പിൾ. ബൈസോറെ എല്ലാവർക്കും ഇറ്റ്സ് ലൈക്ക് കേരളം മൊത്തം അറിയാം. കേരളമല്ല, ഇന്ത്യ, ലോകത്തോടെയുള്ള മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഏത് വണ്ടി എടുക്കുമ്പോഴും ഒരു വീഡിയോ കണ്ടിട്ട് അഭിപ്രായം കേട്ടിട്ട് മാത്രമേ ഇനി ഒരാളും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണാതെ ഒരാൾ വണ്ടി എടുക്കാറില്ല. അപ്പുറത്ത് രാംനാഥ് ലൈക്ക് ആ പേര് ഗോ ഈസി എന്ന് പറയുന്ന കമ്പനിയുടെ ഫൗണ്ടറാണ്. ഈ EV ഒരിക്കലും ഈസി അല്ലാത്തൊരു കാലഘട്ടത്തിൽ ഗോ ഈസി എന്ന് പേരിട്ടിട്ട് ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്ത ഒരു മനുഷ്യനാണ്. ഒരു 5 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 250+ അല്ലേ കറക്റ്റ്, കളക്ടേഴ്സ് 451. ഒരു 92% ഓഫ് ദ മാർക്കറ്റ് ഷെയർ ഇപ്പോൾ നിങ്ങളെ കയ്യിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു 5 വർഷം മുമ്പ് EV ഏറ്റവും കഷ്ടപ്പാടാണ്, ഇതിവിടെ ഒന്നും നടക്കൂലെന്ന് തോന്നുന്ന സമയത്ത് ഇങ്ങനെ ഒരു ലൈക്ക് ഒരു റെവല്യൂഷണറി മൂവ്മെൻറ്റ് കൊടുന്ന് ഗോ ഈസി എന്ന് പേരിട്ട് കേട്ട ആളാണ് രാംനാഥ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനൊരു ഇൻട്രോ അല്ലെങ്കിൽ ദ വേ വി സ്റ്റാർട്ടഡ് ആൻഡ് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന ഇഫ് ഇറ്റ്സ് നോട്ട് റോങ് 2,75,000 വർഷങ്ങൾക്ക് മുന്നേ ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നടന്നുകൊണ്ടായിരുന്നല്ലോ കുറേ വർഷങ്ങൾ നടന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്ന ഒരു 3500 BC ആക്ച്വലി നമ്മൾ ആളുകൾ മറ്റേ ഈ അടുത്ത ഒരു റെവല്യൂഷണറി ചേഞ്ച് വന്നത്. നമ്മൾ വീല് കണ്ടുപിടിച്ചു. എനിക്ക് തോന്നുന്നു ഇന്നും റെലവൻ്റായി നിൽക്കുന്ന ഒരൊറ്റ ഐറ്റം ആ വീലാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ആളുകളിലും പിന്നെ മൃഗങ്ങളൊക്കെ ആയിരുന്നു ആൾക്കാർക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തതിന്. അതിനുശേഷം വീല് കണ്ടുവച്ചു. അതിനുശേഷം ആണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇൻഡസ്ട്രി റെവല്യൂഷൻ വന്നതിന് ശേഷം നമ്മൾ സ്റ്റീം എൻജിൻ അല്ലെങ്കിൽ കോൾ ആ ഒരു കാലഘട്ടം വന്നു. അതിനുശേഷമാണ് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്ന എൻജിൻസ്, ഇൻറ്റഗ്രേറ്റഡ് എൻജിൻസ് വന്നു. അതിനുശേഷമായിരിക്കും 21st സെഞ്ച്വറിയിൽ EV കാലഘട്ടം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ബൈജോൻ നായർ സാർ. ഞാൻ സാർ പലപ്പോഴും സാർ ഇൻ്റർവ്യൂവിൽ ഞാൻ താഴെ ഇരിക്കുമ്പോഴും ചോദിച്ചു, നമ്മൾ ഒരു ക്വസ്റ്റ്യനാണ്, എന്ന് മാരുതി EV ആകുമോ അന്ന് ഇന്ത്യ മൊത്തം EV ആകും എന്നുള്ളത് എവിടെയോ നമ്മളെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. എന്താണ് സാറുടെ ഈ 21st സെഞ്ച്വറിയിൽ അതിലൊരു വേറെ കാര്യം കൂടി സാർ നേരത്തെ പറഞ്ഞു. ഞാനൊരു 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 4-5 വർഷം മുമ്പ് ചൈനയിൽ പോയിട്ട് ഹോട്ടലിൻ്റെ വിൻഡോയിലൂടെ നോക്കുന്ന സമയത്ത് അതിൽ പോകുന്ന 5-1 കാറോ അല്ലെങ്കിൽ 3-1 കാറ് EV ആയിരുന്നു എന്ന് പറഞ്ഞു. സോ എന്താണ് വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദാറ്റ് സാർ? എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇനിയില്ല ഈ ഒരു പുതിയ കാലഘട്ടം എങ്ങനെയായിരിക്കും? എൻ്റെ അടുത്തൊക്കെ മുമ്പൊക്കെ ആൾക്കാർ വാഹനം വാങ്ങിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഒരു 3-4 മോഡൽ പറഞ്ഞിട്ട് ഇതിലേത് വാങ്ങിക്കണം എന്നൊരു ചോദ്യമായിരുന്നെങ്കിൽ, ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ നേരിടുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് EV വാങ്ങിക്കണോ അതോ നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാങ്ങിച്ചാൽ മതിയോ എന്നുള്ളതാണ്. അപ്പോൾ ഞാനും ഇങ്ങനെ സ്വയം ചോദിക്കാറുണ്ട്, ഇത് എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ള കാര്യം. അത് എപ്പോഴും എന്നെയും ആശങ്കപ്പെടുന്നത്, എങ്ങോട്ടാണ് ഈ പോകുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ ഇതിനു മുമ്പ് ഒരു 5 വർഷം മുമ്പ് വരെ നമ്മൾ വാഹനങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു മ്യൂസിക് സിസ്റ്റം, അതിനെപ്പറ്റി പറയും, നല്ല പയനിയറിൻ്റെ മ്യൂസിക് സിസ്റ്റം ഉണ്ട്, നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോ എന്നൊക്കെ പറയുന്ന സ്ഥാനത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് നെടുനീളത്തിലുള്ള സ്ക്രീനാണ്. ഇപ്പോൾ എന്നെയൊക്കെ പോലെ ഈ IT ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല ഒരാളെ സംബന്ധിച്ച് ഇത് പറഞ്ഞു കൊടുക്കൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ടെക്നോളജി വന്നിരിക്കുന്നത് ഈ ഒരു വലിയ സ്ക്രീനിൻ്റെ അകത്ത് എന്നുള്ള നമ്മളെപ്പോഴും ടെൻഷനോടുകൂടിയാണ് അവരൊന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ കാണാത്ത എന്തെല്ലാം കാര്യങ്ങൾ അതിലുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇപ്പം ഈ ഒരു വാട്ട്സ് ദ ഫ്യൂച്ചർ ഓഫ് കാർസ് എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അപ്പം ഞാനിത് ചോദിക്കാൻ ഏറ്റവും പറ്റിയ ഒരാളെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. അത് ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ ഇന്ത്യയുടെ MD ആണ്. അദ്ദേഹം ഫ്രഞ്ചുകാരനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു ഇതിലെന്താണ് ഇനി വരാൻ പോകുന്നത്, എന്താണ് വാഹന വിപ്ലവം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് EV തന്നെയാണ് ഫ്യൂച്ചർ ഓഫ് കാർസ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ട്രോങ് ഹൈബ്രിഡ് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഹൈഡ്രജൻ അങ്ങനെയൊക്കെയുള്ള ഫ്യൂവൽസ് എന്ന് പറയുന്നത് EV എന്ന് പറയുന്ന ഹൈവേയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ജംഗ്ഷൻസ് ആണ് എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം അവരുമൊക്കെ EV തന്നെയാണ് ഭാവി എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ മാരുതി എന്ന് EV കൊണ്ടുവരുന്നു, അന്ന് ഇന്ത്യ EV ആകും എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്കിപ്പോൾ തിരുത്തേണ്ടി വരുന്നുണ്ട്. കാരണം മാരുതി കൊണ്ടുവന്നത് ഇപ്പം ഞാനൊക്കെ ആദ്യം കേട്ടിരുന്നത് വാഗണാറിൻ്റെ EV ആണ് ആദ്യം വരുന്നതെന്നുള്ളായിരുന്നു. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ച് 12-13 ലക്ഷം രൂപയ്ക്ക് മാരുതിയുടെ EV എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ വിൽക്കുന്നൊരു വാഹനമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ വന്നത് അങ്ങനെയല്ല. അതിൻ്റെ വില ഇതുവരെ പ്രഖ്യാപിച്ചില്ലെങ്കിലും എന്തായാലും
20+ ആയിരിക്കും. ഒരുപക്ഷെ അത് മാരുതിയുടെ ഒരു ടെസ്റ്റ് ഡോസ് ആകാനേ സാധ്യതയുള്ളൂ. അതിനുശേഷം സാധാരണക്കാരനിലേക്ക് എത്തുന്ന ഒരു EV മാരുതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. അത് ഞാൻ പറയാൻ കാര്യം, എൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ EV ആണ് ഇനി ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ, എന്നിട്ട് അങ്ങനെയാണെങ്കിൽ മാരുതി കൊണ്ടുവരണ്ടേ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കുമായിരുന്നു. കാരണം ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള വാഹനങ്ങളുടെയും തുടക്കമിടുന്നത് മാരുതി ആയതുകൊണ്ട് EV മാരുതി കൊണ്ടുവരണ്ട അല്ലെന്നൊരു ചോദ്യത്തിനുള്ളിൽ ഞാനും നിശബ്ദനാകുമായിരുന്നു. കാരണം അതിന് ഉത്തരം എനിക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏതായാലും ആ ഒരു ഉത്തരം ഇപ്പോൾ വന്നിരിക്കുകയാണ്, ഈ വിറ്റാര എന്ന് പറയുന്ന ആ ഒരു മോഡലുമായിട്ട്. പക്ഷേ അത് ഈ ഒരു വിലയായതുകൊണ്ട് ഒരു പക്ഷേ ഒരു ചെറിയ വാഹനം വരാൻ വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും എന്താണ് ഫ്യൂച്ചർ എന്നുള്ളതിന് EV ആണ് ഫ്യൂച്ചർ എന്ന് ഉത്തരം പറയുന്നത് ഒരേ ഒരു കമ്പനിയാണ് ഞാൻ കണ്ടിരിക്കുന്നത്, അത് ടൊയോട്ടയാണ്. ടൊയോട്ടയോട് ചോദിക്കുമ്പോൾ വി ആർ സ്റ്റിൽ ചെക്കിങ് എന്നൊക്കെയുള്ള മറ്റുള്ളൊരു ഉത്തരം മാത്രമേ വരുള്ളൂ. കാരണം അവരിപ്പോഴും സ്ട്രോങ് ഹൈബ്രിഡിൽ ഉറച്ചു നിൽക്കുന്നൊരു കമ്പനിയാണ്. ഇപ്പം ഈ വിറ്റാരയുടെ ഒരു ടൊയോട്ട വകഭേദം വന്നെങ്കിൽ പോലും അവരൊരിക്കലും EV ആണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് ഞാൻ പലരോടും കുത്തി ചോദിക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും അവരുടെ ഒഫീഷ്യൽസിൻ്റെ വായിന്ന് EV ആണ് ഫ്യൂച്ചർ എന്നൊരു ഉത്തരം വന്നിട്ടില്ല. അത് ഒഴിച്ചു നിർത്തിയാൽ ഇപ്പം ബെൻസിൻ്റെ ഇന്ത്യയുടെ ഹെഡ് മലയാളിയാണ്, സന്തോഷോട് ചോദിക്കുമ്പോൾ EV ആണ്, സംശയമില്ല. എത്ര കാലമെടുക്കുമെന്നേ ഉള്ളൂ, പക്ഷേ EV ആണെന്നൊരു ഉത്തരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ പലരോടും ചോദിച്ചും ഈ ഒരു മേഖലയിലുള്ള മറ്റവരോട് സംസാരിച്ചുമൊക്കെ നോക്കുമ്പോൾ എനിക്കും തോന്നുന്നത് EV ആണ് ഫ്യൂച്ചർ എന്നാണ്. അത് ഞാനിപ്പോൾ 2 വർഷം മുമ്പ് EV വാങ്ങിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്രത്തോളം സുഖകരമാണ് നമ്മൾ മറ്റേതൊരു വാഹനം ഉപയോഗിക്കുന്നതിലും. പിന്നെ ഒരു ചെറിയ പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ദൂരം ഓടിച്ചു പോകാൻ പറ്റും. അങ്ങനെ വളരെ ലാഭകരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഉണ്ടായിരുന്ന 1-2 കാര്യങ്ങളിലുള്ള ഒരു സംശയം എന്ന് പറയുന്നത്, ഒന്ന് ബാറ്ററിയുടെ ലൈഫായിരുന്നു. അതിപ്പോൾ 15 ഇയേഴ്സൊക്കെ വാറണ്ടി കൊടുക്കുന്നു. പിന്നെ ഉള്ളത് ചാർജിങ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു. അത് രാംനാഥിനെ പോലുള്ളവരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതും വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചർ ഓഫ് കാഴ്സ് എന്ന് പറയുന്നത് EV ആണ് എന്ന് തന്നെയാണ്. പറയാം, സന്തോഷമായി. രാംനാഥ്, പിന്നെ നമ്മൾ എല്ലാവരും സംശയിച്ച് നിൽക്കുകയാണല്ലോ. ലൈക്ക് ടൊയോട്ട വരെ സംശയിച്ച് നിൽക്കുന്ന സമയത്ത് ഇപ്പോഴും EV ആണെന്ന് ഉറപ്പിക്കുന്നതിന് മുമ്പ് സംശയത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു 5 വർഷം മുമ്പ് ഇതാണ് കേരളം അല്ലെങ്കിൽ ഇതാണ് ഇനി ലോകം മാറാൻ പോകുന്നതിലൊരു ഗട്ട് ഫീലിംഗ് എവിടെ നിന്നാണ് കിട്ടിയത്? ഞാൻ മനസ്സിലാക്കുന്നത് യു ഹാവ് ട്രാവൽഡ് അക്രോസ് കുറേ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാക്കുന്നത് യു ബീൻ ഇൻ ദ മറൈൻ റിഗ്സിലും അതുപോലെ തന്നെ പല അങ്ങനത്തെ അല്ലേ, യു ബീൻ ട്രാവലിംഗ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് അല്ലേ? നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് ആണോ ലോകം മൊത്തം യാത്ര ചെയ്തപ്പോൾ കിട്ടിയ, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഇൻപുട്ട് കിട്ടിയിട്ടുണ്ടോ? ഒരു എന്താണെന്നുള്ളത് ബിഫോർ യു ആർ എന്തായിരുന്നു എന്നുള്ളതൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൂടെ ആയി കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒന്നുകൂടിയും ചിലപ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിലല്ല ഒരിക്കലും ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു 1999 ഇന്ത്യൻ നേവിയിൽ നിന്ന് പാസ് ഔട്ട് ചെയ്ത ഒരു കൊമേഴ്ഷ്യൽ ഡൈവറാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എനർജി സെക്ടറിലാണ്, ഇപ്പോഴും വർക്ക് ചെയ്യുന്ന എനർജി സെക്ടറിലാണ്. പക്ഷേ അത് ടിപ്പിക്കൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലായിരുന്നു. അതിൽ ഡീപ് സീ ഡൈവിംഗ് ആണ് പ്രൊഫഷൻ. ഇപ്പോൾ സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ പലവർക്കും അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടോ എന്ന് തന്നെ സംശയം ഉണ്ടായിരിക്കും. വെള്ളത്തിൻ്റെ അടിയിൽ മനുഷ്യൻ പോയി ജോലി എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അതിൽ 10-22 വർഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നല്ല ഒരിക്കലും എന്നെ ഒരു ഗോയിസി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്താനോ ഇതിൽ കൂടുതൽ കമ്പനിയെ വളർത്താനോ കഴിവുകൾ തെളിയിക്കാനോ എന്നെ സഹായിച്ചിട്ടുള്ളത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇങ്ങനൊരു ബിസിനസ് കേരളത്തിൽ തുടങ്ങിയത് എന്നുള്ള പ്രിസൈസ് ആയിട്ടുള്ള ചോദ്യത്തിൽ വിജയിച്ചു എന്നുള്ളതും വിജയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു പരമമായ സത്യമാണ്. ഇതെല്ലാം തന്നെ ഒരു ദൈവാനുഗ്രഹമാണ് എന്നുള്ളതാണ് ഞാൻ മൊത്തത്തിൽ നോക്കിക്കാണുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കി കാണേണ്ട ഘടകങ്ങൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് പോളിസീസിനെയാണ്. ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യത്ത് ഗവൺമെൻറ് കൊണ്ടുവരുന്ന പോളിസി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്കൊരിക്കലും ഇവിടെ ഒരു ബിസിനസ് വിജയിക്കാൻ കഴിയില്ല. ഗവൺമെൻറ് ഫസ്റ്റ് സപ്പോർട്ട് ചെയ്യണം. സെക്കൻഡ്, ഗവൺമെൻറ് കൊണ്ടുവരുന്ന പല പോളിസികളുണ്ടെങ്കിൽ പോലും ഗവൺമെൻറ് അതിലേക്ക് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും സബ്സിഡികളും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വലിയൊരു സ്കെയിലിൽ ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആരും ചെയ്യണമെന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ഘടകം വെഹിക്കിൾ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള, ഇപ്പോൾ വൈജുവേട്ടൻ പറഞ്ഞ പോലെ ടയോട്ട ഒഴികെ ബാക്കി എല്ലാവരും ആയിരക്കണക്കിന് കോടികളാണ് EV എന്ന് പറയുന്ന റെവല്യൂഷനിലേക്ക് പമ്പ് ചെയ്യുന്നത്. അത് ഒരു രാത്രി കൊണ്ട് നിൽക്കാൻ പോകുന്ന ഒരു ബിസിനസ്സിലേക്ക് ഒരിക്കലും ഇതേപോലത്തെ MNCs പമ്പ് ചെയ്യില്ല. മൂന്നാമതൊരു ഘടകം എന്ന് പറയുന്നത് നിമിത്തമാണ്. ഗവൺമെൻറ് പോളിസി കൊണ്ടുവരാം,
OEMs ആയിട്ടുള്ള വെഹിക്കിൾ മാനുഫാക്ചേഴ്സ് പ്രൊഡക്ഷൻ കൂട്ടാം. എന്നിരുന്നാൽ പോലും നമ്മളെപ്പോലത്തെ സാധാരണക്കാർ ആ വണ്ടികൾ നിരത്തുകളിൽ മേടിച്ചോടിച്ച് പിന്നെയും വണ്ടികളിലേക്ക് റെവല്യൂഷൻ്റെ ഭാഗപാത്രമാവണം. ഈ മൂന്നാമത് പറഞ്ഞ കാരണം സ്വാഭാവികമായിട്ടും വന്നു ചേർന്നതാണ്. പക്ഷെ ആദ്യത്തെ 2 പോളിസികളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വ്യാപാരം അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയാൽ ഇത് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മളിത് തുടങ്ങിയത്. നമ്മൾ EVയുടെ എപ്പോഴും ചേട്ടാ നമ്മൾ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ സംസാരിക്കുന്ന സമയത്ത് വളരെ നല്ലതാണ്, EV എമിഷൻസ് ഇല്ല, EV സസ്റ്റൈനബിൾ ആണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പലപ്പോഴും അതിൻ്റെ ഒരു അതർ സൈഡ് ഉണ്ടോ എന്നുള്ളത് പലപ്പോഴും ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. കാരണം ആ ബാറ്ററി ഉണ്ടാക്കുന്നതും ബാറ്ററിയുടെ റീസൈക്ലിങ്ങും ഇത് എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്നുണ്ടോ ഇല്ലേ, ഒരു സാധാരണക്കാരൻ്റെ ചോദ്യം. അതെങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണോ, അല്ലെങ്കിൽ ഇതൊരു ഒരു 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 എന്താ പറയുക, ഒരു ഗെയിമാണോ, അല്ലെങ്കിൽ ഓക്കെ നേരത്തെ ബജറ്റ് പറഞ്ഞ മാതിരി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കംഫർട്ട്. എൻ്റെ ഫാദർ ഈസ് അറൗണ്ട് 70 ഇയേഴ്സാണ്. ഉപ്പ ഇപ്പോൾ EV 3 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.25 ലക്ഷം കിലോമീറ്റർ ഉപ്പാൻ്റെ നെക്സോൺ ഓടിയിട്ടുണ്ട്. അത് ഓടിക്കുമ്പോൾ തന്നെ കാറ് തമ്മിലുള്ള വ്യത്യാസം ഡെഫിനറ്റ്ലി നമുക്കറിയാം. പക്ഷെ ഓൺ അതർ സൈഡ് നമ്മൾ പറയുന്ന ഈ കുട്ടി ആകർഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആളുകൾ സംസാരിക്കുന്ന ഈ ഒരു വിഷയത്തിൽ എന്താണ് കോളുണ്ട്? ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള എല്ലാം പെട്രോൾ വാഹനങ്ങളാണ്. ഞാനിപ്പം ഈ കോമറ്റ് എന്ന EV വാങ്ങിച്ചിട്ട് 20,000 കിലോമീറ്റർ ഞാൻ കൊച്ചി നഗരത്തിൽ മാത്രം ഓടിച്ചു. അപ്പം ശ്രീനിവാസൻ മലയാള സിനിമയ്ക്ക് ആ സംഭാവന എന്താണെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ചെയ്യാതെ പോയ 50 സിനിമകളാണ് ഞാൻ മലയാള സിനിമയ്ക്ക് സംഭാവന എന്ന് പറഞ്ഞ പോലെ ഈ 20,000 കിലോമീറ്റർ ഞാൻ എത്രത്തോളം പോകാം ഈ ഒരു കൊച്ചി ടൗണിലേക്ക് നിക്ഷേപിക്കുമായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ബാറ്ററിയുടെയൊക്കെ ഒരു റീസൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഇത്രയും കാലം 2-3 വർഷമല്ല, നമ്മൾ 10-20 വർഷം ഒരു EV ഉപയോഗിച്ച ശേഷം ബാറ്ററി എന്ന് പറയുന്നത് ഈ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ പോലും അതുവരെ നമ്മൾ പ്രകൃതിക്ക് കൊടുക്കുന്ന ഒരു വലിയ സംഭാവന ഉണ്ടല്ലോ. അതാണ് ഞാൻ അതിൻ്റെ ഒരു നേട്ടമായിട്ട് കാണുന്നത്. പിന്നെ നമ്മളിപ്പം കമ്പ്യൂട്ടർ ആയാലും ലാപ്ടോപ്പ് എല്ലാ കാര്യങ്ങളും റീസൈക്ലിങ് വലിയ പ്രശ്നമാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ പതുക്കെ അതിനൊക്കെ വേണ്ടൊരു അതിനൊരു പരിഹാരം തീർച്ചയായിട്ടും വരുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചാൽ കഴിഞ്ഞാൽ ബാറ്ററി വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റില്ലേ രാംനാഥ്, ഇല്ലേ? ലിഥിയം അയൺ ഒരു പരിധി വരെ ലിഥിയത്തിന് റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മറ്റു എലിമെൻസിനെയാണ് ഡിസ്കാർഡ് ചെയ്യേണ്ടതും. ആ ഡിസ്കാർഡ് പോളിസീസ് ഓൾറെഡി കൺട്രിയിലുണ്ട്, എങ്ങനെയാണ് അത് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ആ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് ഇന്ന് ബാറ്ററി മാനുഫാക്ചേഴ്സ് ഇന്ത്യയിൽ ബാറ്ററി മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഇതൊരു ഇവോൾവിംഗ് ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഓരോ ദിവസവും ഇതിൽ മാറ്റങ്ങൾ വരാം. അപ്പോൾ ഇതാണ് വാഹനങ്ങളുടെ ഭാവി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ റീസൈക്ലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഒരു എന്താ പറയുക ഗ്ലോബലി തന്നെ അതിന് വേണ്ട ഒരു നിയമങ്ങളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ആ ഗ്ലോബൽ എന്ന് പറഞ്ഞ വാക്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഒരു ഗ്ലോബൽ EV പ്ലേ ബുക്ക് ഉണ്ട് അല്ലെങ്കിൽ ഗ്ലോബലി. പക്ഷെ അതിൻ്റെ അകത്ത് ഇന്ത്യയുടെ റോൾ എന്താണ്? ഇന്ത്യയുടേതായ സ്റ്റൈലിൽ ഒരു പ്ലേ ബുക്ക് ക്രിയേറ്റ് ചെയ്യുമോ ഗ്ലോബലി EV? കാരണം നമ്മളിപ്പോൾ കാണുന്നത് ടെസ്ലയോട് കോമ്പീറ്റ് ചെയ്യുന്ന BE6 ഒക്കെ ലോഞ്ച് ചെയ്ത സമയത്ത് നമുക്കുണ്ടായിരുന്ന, നമ്മൾ വിദേശത്ത് യാത്ര ചെയ്യുമ്പോൾ ടെസ്ലകൾ കാണുമ്പോൾ ഇന്ത്യ ഈ ഒരു ഗ്ലോബൽ ഒരു ഈ ചേഞ്ചിനെ ഇന്ത്യ ലീഡ് ചെയ്യും. നമ്മളിപ്പോൾ ടാറ്റ ആയിക്കോട്ടെ, മഹീന്ദ്ര ആയിക്കോട്ടെ, കാരണം നമ്മൾ ഫ്രം സാധാരണക്കാരൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സ്, ഇതിൻ്റെ പെർഫോമൻസ്, ഈ ഒരു സംഗതി കാണുന്ന സമയത്ത് പലപ്പോഴും നമ്മളെ കാർ ഇസ് മച്ച് ബെറ്റർ. നമുക്ക് വെറുതെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിപ്പോൾ നമ്മളെ കാറിനെ പുറത്തുനിന്ന് വരുന്ന കാറുകൾക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ നമ്മുടെ ഇന്ത്യൻ EV കാർസ് ഗ്ലോബൽ റൂള് ചെയ്യുമോ, അല്ലെങ്കിൽ ഗ്ലോബലി റൂള് ചെയ്യുമോ? നിങ്ങളൊരു തോട്ട് എന്താണ് അതിനെക്കുറിച്ച്? ചോദ്യം നമ്മുടെ ഇവിടുത്തെ കാറുകൾ, അതായത് OEMs ആയിട്ടുള്ള ടാറ്റയും മറ്റു കമ്പനികളും ഉണ്ടാക്കുന്ന EV മറ്റു രാജ്യങ്ങളെ റൂൾ ചെയ്യുമോ എന്നാണെങ്കിൽ, ഇപ്പോൾ ഈയിടെ അടുത്ത് മാരുതി സുസുക്കി, ഇപ്പോൾ ബൈജുട്ടൻ പറഞ്ഞ പോലെ മാരുതി സുസുക്കി ഓൾ ഇന്ത്യയിലെ പ്രൈവറ്റായി റൺ ചെയ്യുന്ന ചാർജ് പോയിൻ്റ് ഓപ്പറേറ്റേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സംസ്ഥാനത്തിൻ്റെയും റീജിയണൽ വൈസ് ആയിട്ട്. അങ്ങനെ 11 ചാർജ് പോയിൻ്റ് ഓപ്പറേറ്റേഴ്സിനാണ് അവർ ചൂസ് ചെയ്തത്. മാരുതി എന്ന് പറയുന്നത് ഇന്ത്യയും സുസുക്കി എന്ന് പറയുന്നത് ജാപ്പനീസുമാണ്. അങ്ങനെ അവരുടെ സ്റ്റഡീസ് എല്ലാം ചെയ്ത് ഇപ്പോഴും വണ്ടി നിരത്തിൽ വന്നിട്ടില്ല. അതിൻ്റെ കോസ്റ്റിംഗ് ഫൈനൽ സ്റ്റേജിൽ നിൽക്കാമെന്നുകൊണ്ട് സെല്ലിംഗ് പ്രൈസിങ്.
അന്ന് അതിൽ ഒരു ഹാപ്പി ടു സേ ദിസ്, കേരളത്തിൽ അവർ ചൂസ് ചെയ്ത് ചാർജ് പോയിൻ്റ് ഓപ്പറേറ്ററായിട്ട് ഗോയിസി എന്ന് പറയുന്ന കമ്പനിയാണ്. താങ്ക് യു. അതിൽ ഞാൻ അവരുടെ സുസുക്കിയിലെയും മാരുതിയിലുമുള്ള ആൾക്കാരുമായി ഞാൻ സംസാരിച്ചപ്പോൾ ജാപ്പനീസ് ഉണ്ടായിരുന്നു, ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അവർ ക്ലിയറായി പറഞ്ഞത് എൻറ്റയർ EVയുടെ പ്രൊഡക്ഷനായിട്ടുള്ള മാരുതി സുസുക്കി എല്ലാ വർഷവും ഒരു വണ്ടി കൊണ്ടുവരാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ എൻറ്റയർ പ്രൊഡക്ഷൻ ഇന്ത്യയിലാണ്. വേൾഡിലെ ഏത് രാജ്യങ്ങളിലേക്കും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ടാണ് മാരുതി സുസുക്കിൻ്റെ EV ബ്രാൻഡുകൾ എക്സ്പോർട്ട് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞത്. സോ ഡെഫിനറ്റ്ലി ദാറ്റ്സ് ഗോയിങ് ടു ബി. അതേമാതിരി ഇപ്പോൾ നേരത്തെ ഞാൻ ബൈജേട്ടനോട് സംസാരിക്കുമ്പോൾ വിൻഫാസ്റ്റ് പോലത്തെ കമ്പനികൾ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻറ്റയർ പ്രൊഡക്ഷൻ ലൈൻ EVയുടെ വിൻഫാസ്റ്റ് പോലത്തെ കമ്പനികൾ ഒരു എന്താ പറയുക ഒരു ഹബ്ബാക്കി മാറ്റുന്നത് ഇന്ത്യയാണ്. സോ വി ക്യാൻ ബി പ്രൗഡ് ഓൺ ദിസ് ഓൺ ദ EV റെവല്യൂഷൻ അല്ലേ. അതിനൊരു അനുബന്ധമായിട്ട് ഒരു കാര്യം കൂടി പറയാം. പലരും അറിയാത്തൊരു കാര്യമായിരിക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു EV കാർ ഉണ്ടാക്കിയത് കേരളത്തിലാണ്, ചാലക്കുടിയിലാണ്. എഡ്ഡി കറൻസ് എന്ന് പറയുന്ന കമ്പനി 94 ലവ് ബേർഡ് എന്ന് പറയുന്ന 94 ഇപ്പോഴും ഉണ്ട് അവിടെ അവരുടെ ഫാക്ടറി. ഇപ്പം വണ്ടികളുടെ അവരൊരു ബഗ്ഗീസ് ഉണ്ടാക്കുന്നുണ്ട്. അവരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് കാർ ഉണ്ടാക്കിയത്. ഇപ്പോഴും അവിടെ ഉണ്ട്. അന്ന് നമ്മുടെ സിനിമാ താരങ്ങളൊക്കെ വെച്ച് അവർ പരസ്യമൊക്കെ ചെയ്തിരുന്നു, 80 കിലോമീറ്റർ റേഞ്ചുള്ള കാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇറ്റലിയിൽ ആ കാലത്ത് തന്നെ കുറച്ച് ഇലക്ട്രിക് കാർ വന്നിരുന്നു. ചൈനയൊന്നും ഇലക്ട്രിക് കാറിനെ പറ്റി ചിന്തിക്കാത്ത കാലത്ത് 2004 നമ്മൾ റേവ വന്നു. റേവ എന്ന് പറയുന്നത് സാമാന്യം ഭേദപ്പെട്ട ഒരു മോഡേൺ ഇലക്ട്രിക് കാർ ആയിരുന്നു. അപ്പം അതിനുശേഷം എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ നമ്മുടെ ഗവൺമെൻറ് പോളിസികളുടെ പ്രശ്നം, അതുമല്ലെങ്കിൽ ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രികളുടെ സമ്മർദ്ദമൊക്കെ ആയിരിക്കാം. ഇന്ത്യയിൽ അത് പിന്നെ അധികം അങ്ങനെ മുന്നോട്ട് പോയില്ല. ഈ സമയത്താണ് ചൈന ഇതിൽ, അവർ പിന്നെ ആരെ നോക്കാനില്ലാത്തൊരു രാജ്യമായതുകൊണ്ട് അവർ കാര്യമായ രീതിയിൽ EVകളുടെ ആ രംഗത്തൊരു മുന്നേറ്റം നടത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ മുമ്പ് ചിന്തിച്ച കാര്യമാണ്. അന്ന് എന്തുകൊണ്ടോ അത് ഈ ഒരു ലെവലിലേക്ക് വന്നില്ല എന്ന് മാത്രമല്ല. അപ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ടെക്നോളജിയൊക്കെ കൈവരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ വാഹനങ്ങൾ ഇപ്പം മഹീന്ദ്രയുടെ ഈ പറഞ്ഞ വാഹനങ്ങളായാലും ഇപ്പോൾ പുതുതായിട്ട് ടാറ്റ സിയറ, അതൊക്കെ വേൾഡ് ക്ലാസ് പ്രോഡക്റ്റുകൾ തന്നെയാണ്. പക്ഷേ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം സോഫ്റ്റ്വെയർ ഇഷ്യൂസ് പോലുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഗംഭീര വാഹനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ വരുന്ന EVകളെല്ലാം തന്നെ. ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഒരു സോളാർ എനർജി, ഇപ്പോൾ സോളാറും EVയും തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 10,000-20,000 27,000 രൂപയൊക്കെ മാസം ബില്ല് വന്നിരുന്ന സമയത്ത് നമ്മൾ വീട് കംപ്ലീറ്റ്ലി സോളാറിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഇപ്പം കാറാണെങ്കിലും ബൈക്കാണെങ്കിലൊക്കെ ഫ്രീ ആയിട്ടാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു മിക്സ് വുഡ്, കാരണം സോളാറും ഒരു കാലത്ത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും ഉപയോഗിക്കാനും. അതിൻ്റെ ടെക്നോളജി പാർട്ട്, അതിൻ്റെ ഹാർഡ്വെയറും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പോൾ അത് ഭയങ്കര കംഫർട്ടബിളായി. എനിക്ക് തോന്നുന്നു ഈ രണ്ട് മിക്സ് കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഗോയിസി ഒരു 4,500-5,000 ചാർജിങ് സ്റ്റേഷൻസ് ഇന്ത്യ മൊത്തം ഇടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അല്ല, വീട്ടിലെല്ലാവരും സോളാർ വയ്ക്കുന്നതാണ് ഇപ്പം രാംനാഥനെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അവരവിടെ തന്നെ ചാർജ് ചെയ്യും, ഞങ്ങൾ ചാർജിങ് സ്റ്റേഷനിൽ വരൂല എന്നുള്ളൊരു തോന്നലാണോ? അങ്ങനെ ഒരു ആശങ്ക ഉണ്ടോ? അല്ല, അതൊരു കറക്റ്റാണ് ആ ഒരു പോയിന്റ്. വീട്ടിൽ ചാർജിങ് സോളാർ വയ്ക്കുന്നു, സ്വന്തമായി റിന്യൂവബിൾ എനർജി ഉണ്ടാക്കുന്നു, ചാർജ് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. ഇതായിരുന്നു ഒരു 2022-23 ട്രെൻഡുകൾ. ഇപ്പോൾ ആ ട്രെൻഡ് ഉണ്ട്. പക്ഷേ അന്ന് ആൾക്കാർ ആ ഒരു വെഹിക്കിൾസ്, അതായത് ഒരു സിറ്റി ഡ്രൈവ് അല്ലെങ്കിൽ അവരുടെ സെക്കൻഡറി വെഹിക്കിളായിട്ടാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അവരവിടെ നിന്ന് ആ സിറ്റി വിട്ടോ അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റിലേക്കോ യാത്ര ചെയ്യാനുള്ള റിസ്ക് അവരെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇതൊരു പ്രൂവൻ അല്ല, ഇതൊരു ഏർലി സ്റ്റേജാണ്, പ്രിമച്യൂർ ഇൻഡസ്ട്രി ആയതുകൊണ്ട് എന്ത് സംഭവിക്കും, ചാർജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. ഈ ഉണ്ടാക്കിയ ലാഭം റിക്കവറി വിളിക്കണോടുകൂടി തീരും, അത് വിളിച്ച് വീട്ടിൽ കൊണ്ടുവരേണ്ട വണ്ടി. പിന്നീട് പ്രത്യേകിച്ച് ഓൾ ഇന്ത്യയിൽ പ്രൈവറ്റ് വെഹിക്കിൾ അഡോപ്ഷനിൽ EVയുടെ ഇത് കേരളമാണ് മുൻനിരയിൽ നിൽക്കുന്നത് പ്രൈവറ്റിലായിട്ട്. ഫ്ലീറ്റ് വൈസ് ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ മലയാളികൾ എന്നും എന്താ പറയുക, ദേ ടേക്ക് ദ ചലഞ്ച്. യെസ്, അവർ ടു മച്ച് എഡ്യൂക്കേറ്റഡ് ആണ് എന്നുള്ളൊരു വിഷയമുണ്ടെങ്കിൽ പോലും, ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കുമെന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ ചലഞ്ചസ് എടുക്കാൻ മലയാളികൾ എന്നും മുന്നിലാണ്. അപ്പോൾ ഇന്നും പ്രൈവറ്റ് അഡോപ്ഷൻ ഹൈ എൻഡിലാണ്. 2023-24 കൂടി മലയാളികൾ തന്നെയാണ് ഒരു പ്രൈമറി കാറിലേക്ക് EV അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയത്. പ്രൈമറി കാറിലേക്ക് അഡോപ്റ്റ് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് മാക്സിമം ഉപയോഗിക്കുമെന്നുണ്ടെങ്കിൽ പോലും അവർ ലോങ് ഡിസ്റ്റൻസിൽ പബ്ലിക് ആയിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻസ് ഡിപ്പെൻഡ് ചെയ്താൽ മതി. ഇന്നും ഓൾ EVയുടെ ഒരു റെവല്യൂഷനിൽ ഏകദേശം 3-5% മാത്രമേ EV കാറുകൾ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. അവർക്ക് അതിനുള്ള ഫെസിലിറ്റി 3-5% 5% ഉപയോഗിക്കുന്നുള്ളൂ പബ്ലിക് ചാർജ് സ്റ്റേഷൻ. ബാക്കി എല്ലാവരും വീടുകളിൽ തന്നെയാണ് ചാർജ് ചെയ്യുന്നത്.
പക്ഷേ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ സ്വന്തമായി റിന്യൂവബിൾ എനർജി ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവരാം. കാരണം യു ആർ കൺസ്യൂമിങ് ലോട്ട് ഓഫ് പവർ ഫ്രം ദ ഗ്രിഡ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഞങ്ങളുടെ ഗ്രോത്തിൽ ഞങ്ങളുടെ യൂട്ടിലൈസേഷൻ, അതായത് ഗോയിസിയുടെ യൂട്ടിലൈസേഷൻ എല്ലാ 6 മാസത്തിലും ഒരു 100% യൂട്ടിലൈസേഷനാണ് പബ്ലിക് ചാർജിങ് സ്റ്റേഷനിൽ വരുന്നതാണ്. അതുകൊണ്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നു 6 മാസത്തിൽ 100% യൂട്ടിലൈസേഷൻ ഗ്രോത്ത്, അതായത് യൂട്ടിലൈസേഷൻ ഗ്രോത്ത് ഫൈൻ. സോ മേ ബി 2% ആണെന്നുണ്ടെങ്കിൽ അടുത്ത 6 മാസത്തിൽ അതൊരു 4% ആയിട്ടുണ്ട്. അത് 4 അങ്ങനെ ഈ മാസം 10 വണ്ടികളാണ് ഒരു ചാർജിങ് സ്റ്റേഷനിൽ വരുന്നത്, ചാർജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 6 മാസം കഴിയുമ്പോൾ 20 വണ്ടികൾ വരും. യൂട്ടിലൈസേഷനും അതേമാതിരി യൂണിറ്റ് സെയിലും നമുക്ക് യൂണിറ്റ് സെയിലും അതിന്റെ എക്കണോമിക്സ് നോക്കുമ്പോൾ അതിന് ഡബിൾ ആയിട്ട് വരുന്ന രീതിയിലാണ് നിങ്ങൾ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ. മനസ്സിലായി. അപ്പം ഞാൻ രാംനാഥിൻ്റെ അടുത്ത് തന്നെ ക്വസ്റ്റ്യൻ തിരിച്ചു വരാം. ഒരു റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ എവിടെ കണ്ടു, ഇപ്പം നമ്മൾ കാണുന്ന 10 വണ്ടികളിൽ ഒരു വണ്ടി ഒരു പച്ച കളർ ബോർഡ് വെച്ചിട്ടുള്ള വണ്ടിയാണെന്ന്, ഇനി അന്ന് ഭാവിയിൽ ഒരു 5ഓ 6ഓ ആവാമെന്ന്. അത് എത്ര കാലം കൊണ്ടാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു ട്രാൻസിഷൻ? ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്, ഇത് പറയുന്നത് കറക്റ്റാണെന്ന് എനിക്കറിയില്ല. പണ്ടൊരു കാലഘട്ടങ്ങളിൽ നമ്മളൊരു കല്ലെടുത്തെറിഞ്ഞാൽ അതൊരു എഞ്ചിനീയറിൻ്റെ മേത്തായിരിക്കും വന്ന് വീഴുന്നത് എന്നൊക്കെ കുറേ ബ്ലോഗുകൾ നമ്മൾ പണ്ടത്തെ കാലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇന്നിപ്പോൾ കേരളത്തിലൊരു കല്ലെടുത്തെറിഞ്ഞാൽ, ഒരു വണ്ടിയിലോട്ട് കല്ലെറിയണമെന്നുണ്ടെങ്കിൽ അതൊരു EVയുടെ മുകളിലാവും എന്നുള്ള സ്ഥിതിയിലാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കണ്ടുകൊടുക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പ്രഡിക്ഷൻസ് 2030 30% വണ്ടികൾ EV ആയി അഡോപ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഗവൺമെൻറ് പ്രഡിക്ഷൻ. പക്ഷേ ഞാനും ബൈജുവേട്ടനൊക്കെ ഒരു 4 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞങ്ങൾ 1000-ലൊരു വണ്ടി എന്നൊക്കെ പറഞ്ഞു കൊടുത്തുനിന്ന് ഇന്ന് 10-ലൊരു വണ്ടിയൊക്കെ നമുക്ക് പച്ച ബോർഡായിട്ട് വന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അഡോപ്ഷൻ ഈസ് ക്വൈറ്റ് ഫാസ്റ്റാണ്. പക്ഷേ കേരളം പോലത്തെ സംസ്ഥാനത്തിലാണ് പ്രൈവറ്റ് അഡോപ്ഷൻ. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു 30% വണ്ടികൾ EVയിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ അടുത്തൊരു 3 വർഷങ്ങൾ മതി, വിത്ത് ഗവൺമെൻറ് പോളിസീസും പുതിയ ടെക്നോളജീസും വണ്ടികളും വെച്ചിട്ട് എന്നുള്ളതാണ് പേഴ്സണലായിട്ട്. ബൈജേട്ടൻ എന്താണ് തോന്നുന്നത് ആ ഒരു ട്രാൻസിഷൻ പീരിയഡ്, അല്ലെങ്കിൽ പല കൺട്രീസിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ആ മലയാളീസിന് റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഉണ്ട്. നേരത്തെ എൻ്റെ ഫാദറിനോട് പറഞ്ഞ പോലെ, ഇപ്പം ഫാദർ 65-70 വയസ്സിന്, എന്നാലും ഉപ്പ ഇതെവിടെയെങ്കിലും പോയിട്ട് വണ്ടി കുടുങ്ങി കഴിഞ്ഞാൽ മൂപ്പരത് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് കണ്ടിരുന്നത്. അവിടെ പോയി ചായയൊക്കെ കുടിച്ച് 2 സ്ഥലത്ത് പോയിട്ട്, കാരണം ഇനീഷ്യലി എപ്പോഴും ആപ്പ് മൂപ്പർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത്. സോ ഒരു അത്യാവശ്യം മട്ടം കറങ്ങിയിട്ടുണ്ട്. കാരണം അദ്ദേഹം മൈസൂരിലേക്കൊക്കെ സ്ഥിരം യാത്ര പോകുന്നുണ്ടായിരുന്നു. അപ്പം മൈസൂർ, പിന്നെ കാസർഗോഡ്, അപ്പം ഓരോരോ ടാറ്റയുടെ ഒരു സർവീസ് സ്റ്റേഷൻ. അപ്പം ഈ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഏറ്റവും കൂടുതൽ കാണുന്ന രാജ്യം ഏതാ, അല്ലെങ്കിൽ ഇന്ത്യക്കാരത് ഈ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി എടുക്കാൻ സാധ്യത ഉണ്ടോ? എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ? നമ്മൾ ഒരു 3 വർഷത്തെ ഫ്യൂച്ചർ അല്ലെങ്കിൽ 5 വർഷത്തെ ഫ്യൂച്ചർ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ? നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു 6-7 വർഷം മുമ്പാണ് ഞാൻ ചൈനയിൽ പോകുമ്പോൾ ഇതിൻ്റെ ഈ ഒരു EVകളുടെ ഒരു വലിയ തോതിലുള്ള പ്രചാരം ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അന്ന് ഞാൻ താമസിച്ചു. ഞാനന്ന് MG മോട്ടോറിൻ്റെ ഒരു പ്ലാൻ വിസിറ്റിന് ഒരു ഷാങ്ഹായി കൊണ്ടുപോയതാണ്. അപ്പോൾ ഞാൻ താമസിച്ച ഹോട്ടൽ റൂമിൽ ഞാൻ അങ്ങനെ കുത്തിയിരുന്നെന്ന് കാണാൻ തീരുമാനിച്ചു. അങ്ങനെ മുന്നൊരു മെയിൻ റോഡായിരുന്നു. അന്ന് ഞാനിങ്ങനെ മെനക്കെട്ടിരുന്ന ഒരു അരമണിക്കൂറോളം, അതായത് 3 വാഹനങ്ങളിൽ 1 EV ആണ് ഈ 6-7 ഇയേഴ്സ് ബാക്ക് ചൈനയിൽ. അത് വലിയ വാഹനങ്ങളുടെ കാര്യമാണ്. പക്ഷേ സൈഡിൽ കൂടി സൈക്കിൾ ട്രാക്കിലൂടെ പോകുന്നതിൽ 99% EV സ്കൂട്ടറുകളായിരുന്നു. അത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അവിടെ വെച്ച് തന്നെയാണ്, എൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നത്, അവിടെ വെച്ച് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഓട്ടോണമസ് കാർ കാണുന്നത്. ഞാൻ താമസിച്ച ഹോട്ടലിൽ നിന്ന് രാവിലെ ഡ്രൈവറില്ലാതെ 4-5 ഓടികൾ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഞാൻ ഇത് കേട്ടിട്ടല്ലേ ഉള്ളൂ, നമ്മൾ അന്തം വിട്ടുപോയി. അന്ന് അവിടെ ടെസ്റ്റിംഗ് നടക്കായിരുന്നു അതിനുശേഷം ഞാനിപ്പോൾ ഒരു മാസം മുമ്പ് ഞാൻ US പോയപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി അതിൻ്റെ ടെസ്ലയിൽ ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും സാന്റിയാഗോ വരെ 900 കിലോമീറ്റേഴ്സ് ഞങ്ങൾ പോയത് EVയിലാണ്, ടെസ്ലയിലാണ്. അത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഒരു 20 മിനിറ്റ്സ് പോലും വേണ്ട ഫുൾ ചാർജ് ആകാൻ. അതും ഓട്ടോണമസ് ആയിരുന്നു. അത് ഓട്ടോണമസ് ആക്കിയിട്ടുണ്ട്. അപ്പം കൈ പോലും സ്റ്റിയറിംഗ് തൊടാതെയും ബ്രേക്ക് ഔട്ടാതെയുമാണ് ഞങ്ങൾ ഈ 1800 കിലോമീറ്റേഴ്സ് പോയി വന്നത്. ഞങ്ങൾ പിന്നെ അവിടുന്ന് മെക്സിക്കോയിലേക്ക് എൻ്റർ ചെയ്തെങ്കിൽ അവിടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ അത്ര ഇല്ലാന്നുകൊണ്ട് ഞങ്ങൾ പിന്നെ US വണ്ടി ഇട്ടിട്ട് പിന്നെ അവിടുന്ന് വേറെ വണ്ടിയിലാണ് പോയത്. എന്നെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ച രാജ്യം അടുത്ത കാലത്ത് പോയത് ഡെൻമാർക്കാണ്. ഡെൻമാർക്കിൽ നിങ്ങൾ എവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടല്ല സൈഡിലൊരു കുറ്റി കാണും. ആ കുറ്റി എന്ന് പറയുന്നത് ചാർജിങ് കുറ്റിയാണ്. അതാണ് എൻ്റെ അവിടുത്തെ രസകരമായ കാര്യം. പിന്നെ അവിടുത്തെ ഒരു പ്രശ്നം, നമുക്ക് പെട്ടെന്ന് EVകൾ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന അവിടെ ഈ ഒരു ഗ്രീൻ പ്ലേറ്റ് ഇല്ലാതെ നമുക്ക് EV ആണെന്ന് മനസ്സിലായില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവരും EV ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ഇവിടെ താമസിച്ചപ്പോൾ അദ്ദേഹം വളരെ കാലം പെട്രോൾ വണ്ടി ഉപയോഗിച്ച ശേഷം EV ബുക്ക് ചെയ്ത് അടുത്ത ആഴ്ച ഡെലിവറി ആണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അവിടെ EVയിലേക്ക് മാറുന്നുണ്ട്.
അപ്പോൾ എൻ്റെ ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ വലിയൊരു ആശങ്ക ഈ ബാറ്ററി ലൈഫ് ആയിരുന്നെങ്കിൽ അത് മാർക്ക് ചെയ്ത് ഇനി ഒരേ ഒരു ആശങ്കയുള്ളത് 2 ആശങ്കയുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഉണ്ട്, അത് റീസെയിൽ വാല്യൂ. റീസെയിൽ വാല്യൂ അതൊരു ആശങ്കയാണ്. രണ്ടാമത് ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. നമ്മൾ എവിടെ പോയാലും ഇപ്പം ഞാൻ അടുത്ത കാലത്ത് എൻ്റെ ഈ പറഞ്ഞ കോമറ്റ് ഞാൻ അധികം സിറ്റിക്ക് വെളിയിൽ പോയിട്ടില്ലെങ്കിലും ഒരു 3 മാസത്തേക്ക് എനിക്ക് മഹീന്ദ്ര BE6 ഉപയോഗിക്കാൻ തന്നിരുന്നു. ആ സമയത്ത് ഞാൻ വളരെ എൻജോയ് ചെയ്ത് ഓടിച്ചു. അന്ന് ഞാൻ വാഗമണിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഗോയിസിയുടെ ഏറ്റുമാനൂരാണ് ഞാൻ ചാർജ് ചെയ്തത്. വളരെ പെട്ടെന്ന് ചാർജ് ചെയ്യാം. പിന്നെ അവിടെ അതിനോട് ചേർന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ചായ കുടിച്ചിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനൊക്കെ സ്റ്റിയറിംഗ് പിടിച്ചിരുന്നാൽ പിന്നെ അമേരിക്ക വരെ ഓടിക്കണമെങ്കിലും ഞാൻ റെഡിയാണ്, ഇറങ്ങാതെ ഓടിക്കും. പക്ഷെ അത് ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പം എൻ്റെ വൈഫ് അത് പറയുകയും ചെയ്തു, EV നല്ലതാണ്, ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് വെളിയിറങ്ങുമല്ലോ. അത് ഒരു ചായ കുടിച്ചൊന്ന് നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തൊക്കെ പോകാൻ പറ്റും. അപ്പം എന്തായാലും ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മളിത് കൂടുതൽ ഇതിലേക്ക് പോകുമെന്നുള്ളൊരു സംശയമില്ല. ഇപ്പം തന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഈ ഫസ്റ്റ് കാറായിട്ട് തന്നെ പല വീടുകളിലുണ്ടെങ്കിലും സെക്കൻഡ് കാറായിട്ട് പലരും ഇപ്പോൾ EV എടുത്തു തുടങ്ങിയിട്ടുണ്ട്, സ്ത്രീകൾ പ്രത്യേകിച്ചും. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ പിന്നെ നമുക്കൊരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഉണ്ട്. നമ്മളെല്ലാവരും ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ ഒരാൾ വിദേശത്തായിരിക്കും, അവിടെ ഇതെല്ലാം കണ്ടുവന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ യാത്രയായിട്ടുണ്ടാവും. ഇപ്പം ദുബായിൽ മലബാറിക്കാർ എന്നാണ് ടെസ്ല വിളിക്കുന്നത്. എല്ലാ മലയാളികളും ടെസ്ലയാണ് അവിടെ എടുക്കുന്നത്. നമ്മളവിടെ പോയി ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഊബറിൽ നോക്കുമ്പോൾ വെറുതെ ബ്ലാക്ക് ടെസ്ല നമുക്ക് വെറുതെ അതിൽ പോകാൻ വെറുതെ ഒരു ആഗ്രഹം, നമ്മൾ അതേ എടുക്കുള്ളൂ. ഒരു 10 രൂപ 20 രൂപയൊക്കെ കൂടുതലായിരിക്കും, ദിർഹംസ് കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ അതേ ഓപ്റ്റ് ചെയ്യുള്ളൂ. അത് നമ്മൾ എന്താ അറിയില്ല, നമുക്കെപ്പോഴും അതിനോടുള്ള ഒരു താല്പര്യം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്നായിരിക്കും ഇതിലേക്കുള്ളൊരു മാറ്റം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്തത് നമ്മൾ EVയിൽ നിന്ന് നമ്മൾ ഒരു ഷെയർഡ് മൊബിലിറ്റി എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അത് കാർസ് ആയിക്കോട്ടെ, ബൈക്സ് ആയിക്കോട്ടെ, പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ, അതും അതെങ്ങനെയായിരിക്കും? ഞാൻ പറയുന്നത് ഷെയർഡ് മൊബിലിറ്റി എന്ന് ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ബൈക്ക് പല ആപ്സ് വരുന്നുണ്ട്, പൂൾ ചെയ്തിട്ട് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെയായിരിക്കും ഈ ഓൾ ടുഗദർ നമ്മളുടെ അതായത് EV പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മൊബിലിറ്റി, നമ്മൾ യാത്ര, അതെങ്ങനെയായിരിക്കും ചേട്ടാ ഇനിയും അങ്ങോട്ട് നമ്മൾ പലതും പല കൺട്രികളിൽ നിന്ന് അഡോപ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളുടെ സാധനങ്ങൾ പല കൺട്രീസ് അങ്ങോട്ടേ എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ടേക്കല്ല? കാരണം വണ്ടികൾ കൊണ്ട് നമുക്ക് ഇപ്പോൾ റോഡ്സൊക്കെ വലുതാവുന്നുണ്ടെങ്കിലും ആ അഡോപ്ഷൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്? ഇന്ത്യയിലെ ഷെയർഡ് മൊബിലിറ്റി അത്ര സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് കാണുന്ന കാര്യമാണ് വാഹനം എന്ന് പറയുന്നത്. അതിൽ മറ്റുള്ളവരെ കയറ്റി, ഇപ്പം ഞാനിവിടെ തിരുവനന്തപുരത്തേക്ക് പോകുന്നു, നമ്മളൊരു ആപ്പിൽ രാവിലെ തിരുവനന്തപുരത്തേക്ക് പോകുന്നു, ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം എന്ന് പറയുന്ന ഒരു രീതി ഇവിടെ വരാൻ സാധ്യതയില്ല. പക്ഷേ ഞാനത് ശരിക്കും കൃത്യമായിട്ടും കണ്ടത് ഇപ്പം നിങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്തൊരു രാജ്യമുണ്ട്, ഉക്രൈനിൽ ഞാൻ ഈ കഴിഞ്ഞ നമ്മുടെ ഫ്ലഡിൻ്റെ സമയത്തിന് ഉക്രൈനിലായിരുന്നു. അപ്പോൾ ഉക്രൈനിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഏതാണ്ട് 900 കിലോമീറ്റേഴ്സ് ഉള്ളൊരു സമയത്ത് എൻ്റെ ഹോട്ടലിലെ ആളാണ് പറഞ്ഞത്, നമുക്കിവിടെ ഒരു ആപ്പ് ഉണ്ട്, അതൊന്ന് ട്രൈ ചെയ്യും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആപ്പ് ട്രൈ ചെയ്തപ്പം ഒരു സ്ത്രീയും മോളും കൂടി അവർ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമായിരുന്നു. അപ്പം ഞാനതിൽ എനിക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് അടിച്ചു. അപ്പോൾ അവർ ഓക്കെ, അങ്ങനെയാണെങ്കിൽ രാവിലെ 6:30 ഇന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ചോദിച്ചു വേറെ ഫ്രം എന്ന് ചോദിച്ചു. അവൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ അവരവിടെ അവസാനിപ്പിച്ചു. കാരണം നമ്മളെല്ലാം കുഴപ്പക്കാരാണല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പിന്നെ അവരോട് ഇങ്ങനെ ശരിക്കും കുറേ ചാറ്റ് ചെയ്ത് ഞങ്ങളങ്ങനെ കുഴപ്പക്കാരല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്ന് എനിക്ക് യൂട്യൂബ് ഇല്ല, ഞാൻ അന്ന് എൻ്റെ മാഗസിൻ്റെ PDF ഒക്കെ അയച്ചു കൊടുത്തപ്പം പിന്നെ എന്തും വരട്ടെ എന്നുള്ള മട്ടിലാണ് അവർ രാവിലെ നമ്മളെ വണ്ടി കയറ്റിക്കൊണ്ട്. പക്ഷേ അതിനുശേഷം ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറൊക്കെ ഉണ്ട്. കാരണം അതൊക്കെ നല്ല സ്ത്രീയും ഒരു കുഞ്ഞു മോളുമായിരുന്നു. അപ്പോൾ പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ വളരെ എൻജോയ് ചെയ്ത് പോയി. കാരണം നമ്മളൊരുമിച്ച് ഈ പറഞ്ഞ ഒരു കാറിൽ ഇത്രയും ദൂരം ഒരു പരിചയം ഇല്ലാത്ത 2 പേരോടൊപ്പം ഒന്ന് സംസാരിച്ചൊക്കെ പോകുന്നു. പക്ഷേ കേരളത്തിൽ എനിക്കത് തോന്നുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ ഈ ഇരിക്കുന്നതിന് തൊട്ടപ്പുറത്ത് പുതിയൊരു വിപ്ലവം സംഭവിച്ചത്, ആദ്യത്തെ EV ക്യാബ് സർവീസ് ഇവിടെ വന്നിട്ടുണ്ട്, ഹൗണ്ട് മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. അതൊരു പുതിയ തുടക്കമാണ്. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു EVകൾ, അപ്പോൾ അതിലുപയോഗിക്കുന്ന പലരും അവർ പറയുണ്ടായി, കയറുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമായിട്ടോ EV കയറുന്നത്, നല്ല സുഖമാണല്ലോ, ഒരു ശബ്ദം ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ പേര് EVയെ പറ്റി മനസ്സിലാക്കാൻ ഇത്തരം ക്യാബ് സർവീസുകളൊക്കെ ഉപകരിക്കാൻ തോന്നുന്നു. അതെ, അതിൻ്റെ നിങ്ങളൊരു ടേക്ക് ഷെയർഡ് മൊബിലിറ്റി. ബൈജേട്ടൻ പറഞ്ഞ പോലെ ഈ ഒരു ഷെയർഡ് മൊബിലിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ ഗവൺമെൻറ് പോളിസീസ് സ്ട്രോങ് ആകുമ്പോഴാണ് ഷെയർഡ് മൊബിലിറ്റിക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുള്ളൂ. ഇപ്പോൾ സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങളിൽ സ്വന്തമായിട്ടൊരു വണ്ടി ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് ആണ്. അതേമാതിരി തന്നെ ഒരു ഫാമിലിയിൽ നമ്മൾക്ക് ഇത്രമാത്രം വെഹിക്കിൾസേ പാടുള്ളൂ എന്നുള്ളത് ദർ ആർ സം ലിമിറ്റ്സ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം കർണാടക ഗവൺമെൻറ് ഒരു പോളിസി മോണിറ്ററിങ്ങിന് കൊണ്ടുവന്നിരുന്നു. ഒരാൾ മാത്രമായി ഓടിക്കുന്ന 4 വീലേഴ്സ് ഉണ്ടെങ്കിൽ അതിന് ഇത്രമാത്രം ഫൈൻ അല്ലെങ്കിൽ ടാക്സേഷൻ ഇംപ്ലിമെൻറ്റേഷൻ വരുന്നുള്ളത്.
യെസ്, വീട് പോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വെഹിക്കിൾസും, പ്രത്യേകിച്ച് മലയാളികൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ വീട്ടിൽ കുട്ടികളെയും ഭാര്യയെയും കൂടുതൽ നോക്കുന്നതിൽ കൂടുതൽ വൃത്തിയും ബഹുമാനത്തോടും ഇഷ്ടത്തോടും സ്നേഹിക്കുന്നത് മലയാളികൾ ഏറ്റവും കൂടുതൽ വണ്ടികളെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ വണ്ടി നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസാണ്. നമ്മൾ ബിജുവേട്ടൻ പറഞ്ഞ കാര്യം എത്ര നേരം വേണമെങ്കിലും നിർത്താതെ ഓടിക്കുകയും നമ്മുടെ പല മീറ്റിങ്ങുകളും കോൺഫറൻസും നമ്മുടെ കംഫർട്ടും ഉള്ളൊരു സോണാണ് വണ്ടി. ഈ വണ്ടിയിൽ മറ്റൊരു വ്യക്തിയെ ഷെയർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ആ വ്യക്തി നമ്മളോട് അത്രയും അടുത്തതോ അല്ലെങ്കിൽ നമ്മളോ നമ്മുടേതാണെന്ന് തോന്നുന്നതായിരിക്കണം. അപ്പോൾ ഷെയറിങ് എന്ന് പറയുന്നത് അൺടിൽ അൺലെസ് നമ്മുടെ മുകളിൽ ഹൈ ടാക്സേഷനോ റൂൾസോ റെഗുലേഷൻസോ വരാതെ നമ്മളത് അനുവദിക്കുന്നതായിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്കുള്ളത്. അത് വളരെ സത്യമാണ് പറഞ്ഞത്. അല്ല, നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ നമ്മളെക്കാട്ടിലും കൂടുതൽ വണ്ടിയെ സ്നേഹിക്കുന്നത്. പലപ്പോഴും വൈഫ് വിളിച്ചു നോക്കി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാർ വാഷിലെന്ന് പറയും. അടുത്ത ദിവസം വീണ്ടും ചോദിക്കുമ്പോൾ ഒരു കാർ വാഷ്. മൂപ്പര് നിങ്ങൾ ഇന്നലെ കുളിച്ചിട്ടില്ല, കാറ് കഴുകാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ശരിക്കും പിന്നെ ഒരു ദിവസം ഇരുന്നപ്പോൾ ആലോചിച്ചു, പക്ഷേ നമ്മളെക്കാട്ടിലും കൂടുതൽ നമ്മളെ കുളിപ്പിക്കുന്നത് കാറിനെയാണ്. പിന്നെ ഞാൻ ആലോചിച്ചു, നമ്മളെയുള്ള ആൾക്കാർ കാണുന്നത്, വണ്ടി അധികം കാണുന്നില്ല. അത് നമ്മളെനിക്ക് തോന്നുന്നു മലയാളീസിൻ്റെ ഇടയിൽ അപ്പോൾ നമുക്ക് വേറെല്ലാ ആളുകളെ കയറ്റുക, ഒരുമിച്ച് കൊണ്ടുപോകുക, യാത്ര ചെയ്യുക എന്ന് പറയുന്നത് മേ ബി നേരത്തെ പറഞ്ഞൊരു ഫോഴ്സ്ഫുള്ളി ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ലീഗൽ ബൈൻഡിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലേക്കുള്ളൊരു ഷിഫ്റ്റ് സംഭവിച്ചേക്കാം അല്ലേ? പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഇന്ത്യയിൽ നമ്മൾ പലപ്പോഴും അപരിചിതരെ കയറ്റാൻ ഒരു പേടിയുണ്ടാവും. നമ്മുടെ ഇവിടുത്തെ ഒരു അവസ്ഥ അനുസരിച്ച് ഇത് തന്നെ തക്കം എന്ന് കരുതി വരുന്നവരൊക്കെ ഉണ്ടാകാം. ഇന്ത്യയിലെ ഒരു അവസ്ഥ വെച്ചാൽ അതും നമുക്കൊരു പേടിയുണ്ടല്ലോ അപരിചിതരെ കയറ്റാൻ വേണ്ടി. അതൊക്കെ ഇന്ത്യയിലൊരു ഇതിനൊരു നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഞാനതിൽ ഓർക്കണത്, പണ്ട് നമ്മൾ വണ്ടി മേടിച്ച് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ നമ്മളിതിനെ വാഷ് ചെയ്യും, നോക്കും. കല്യാണമൊക്കെ വരുമ്പോൾ മുൻകൂട്ടി നമുക്കറിയാം അടുത്ത മാസം കല്യാണമുണ്ട്, ബന്ധുക്കളുടെയോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം തന്നെ എൻ്റെ ഒരു സ്വഭാവം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുൻകൂർ ജാമ്യം എടുക്കും. അച്ഛനോട് പറയും 5 പേരെ എൻ്റെ വണ്ടിയിൽ കയറുള്ളൂ, 6ാമത്തെ ആളുണ്ടെങ്കിൽ എൻ്റെ വണ്ടിയിൽ കയറില്ല, നമ്മൾ വേറെ വണ്ടി എടുത്തിരിക്കണം. അത്ര പോലും നമ്മൾ ഫോർകാസ്റ്റഡ് പ്രെഡിക്റ്റഡ് ആണ് അല്ലേ? അപ്പോൾ ഷെയറിങ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോണാണ്. നമ്മളത് അഡോപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അൺടിൽ അൺലെസ് ഇറ്റ്സ് ഗോയിങ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ആൻഡ് ഫോഴ്സ്ഡ് ബൈ സമൺ എൽസ്. ഐ തിങ്ക് നമ്മളെ ടൈമായി. പക്ഷേ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചും വിഷയം ഫ്യൂച്ചറുമാണല്ലോ. ഒരു 2050 വൈജേട്ടൻ്റെ ഈ മറ്റേ പൃഥ്വിരാജൊക്കെ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ 2050. വൈജേട്ടൻ ഇപ്പോൾ പ്രായത്ര 53. അപ്പോൾ ഇനി ഒരു 20 ഈ വൈറൽ ക്ലിപ്പ് ചിലപ്പോൾ അത് ട്രോളാവാം, ചിലപ്പോൾ അത് തിരിച്ചിട്ട് ഇയാൾ വൻ സംഭവമാണ് 25 വർഷം മുമ്പേ പ്രഡിക്റ്റ് ചെയ്ത് 2050 എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഓട്ടോമൊബൈൽ സെക്ടർ EV എന്നല്ല പറഞ്ഞത്, എങ്ങനെയായിരിക്കും എന്നുള്ളത് ബൈജൻ്റെ ഒരു പ്രഡിക്ഷൻ. അപ്പോൾ അത് സമയമുണ്ടോ? ആ 2 പ്രഡിക്ഷൻ. അത് ഞാൻ മാതൃഭൂമിയിൽ ജോലി ചെയ്യുമ്പോൾ കുറച്ച് കാലം ഗൃഹലക്ഷ്മി എന്ന് പറയുന്ന മാഗസീനിൽ സബ് എഡിറ്റർ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അന്ന് പേജർ എന്ന് പറയുന്ന സാധനം വന്ന സമയം, മൊബൈൽ ഫോൺ വന്നിട്ടില്ല. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് അതിൻ്റെ എഡിറ്റർ പറഞ്ഞു, MT വാസവനായിരുന്നു കേട്ടോ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ പ്രേമലേഖനങ്ങളുടെ ഈ പല കാലങ്ങളിലുള്ള പ്രേമലേഖനങ്ങളെ പറ്റി ഒരു സാധനം എഴുതും. അതായത് ശകുന്തള പണ്ട് മറ്റേ ഇതിൽ ഇലയിൽ എഴുതിയിരുന്ന തൊട്ടുള്ള ഒരു കാലമാറ്റത്തെ പറ്റി എഴുതാമെന്ന് ചോദിച്ചപ്പോൾ ഞാനതിൽ ഇങ്ങനെ എഴുതി. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പേജറുകൾ വന്നു കഴിഞ്ഞു. പേജർ നിങ്ങൾക്കൊന്നും ഈ കുട്ടികൾക്കൊന്നും അറിയില്ലായിരിക്കും, നമുക്ക് ചെറുതായിട്ടൊക്കെ സന്ദേശം കൈമാറാൻ പറ്റുന്ന ഒരു ഉപകരണമായിരുന്നു. എന്നിട്ട് ഞാൻ അവസാനം എഴുതി, ഇനി കയ്യിൽ കൊണ്ടുകിടക്കാൻ പറ്റുന്ന ഫോണുകൾ വരില്ലെന്ന് ആര് കണ്ടു എന്ന് പറഞ്ഞാണ് ഞാൻ അന്ന് സാധനം അവസാനിപ്പിച്ചത്. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ്റെ കാര്യം തന്നെ നമുക്ക് പറയാൻ പറ്റില്ല അടുത്ത നാളെ അല്ലെങ്കിൽ ഈ നിമിഷം എന്താ അവസ്ഥ. അതുകൊണ്ട് 50 വർഷം മുമ്പ് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു സാധ്യത, ഹൈഡ്രജൻ ഫ്യൂവൽ എനിക്കൊരു സാധ്യത തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ അകത്ത് ഇപ്പം 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ ആ ഒരു ടെക്നോളജി ഇത്തിരി കോസ്റ്റ്ലിയാണ്. 2, ഇതിനൊരു എക്സ്പ്ലോഷൻ സാധ്യതയുണ്ട്. അത് അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യോട് പറയാം. 97 മലപ്പുറത്ത് നൗഷാദ് എന്ന് പറഞ്ഞ ആൾ വെറും വെള്ളം ഉപയോഗിച്ച് ഓടിക്കുന്ന 4 ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ടായിരുന്നു. അത് പക്ഷേ അതിനുശേഷം അതിൽ ഒരെണ്ണം ഒന്ന് എക്സ്പ്ലോഡ് ചെയ്തു ചെറുതായിട്ട്, അതോടുകൂടി അദ്ദേഹം അത് അവസാനിപ്പിച്ചു. അപ്പോൾ അത്തരം പരീക്ഷണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹൈഡ്രജൻ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതർവൈസ് EV, അതാണ് എൻ്റെ ഒരു എളിയ നിഗമനം. ഒരു പ്രഡിക്ഷൻ 2050 2050 പ്രഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ പ്രഡിക്ഷനാണ് അത് 2021 നമ്മൾ 5 വർഷം, നിങ്ങൾ 5 വർഷം പ്രഡിക്റ്റ് ചെയ്ത് വൺ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 25 വർഷം കൂടി പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇവർക്കൊക്കെ ചിലപ്പം ഭാവിയിലേക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മുടെ ഒരു ഹിസ്റ്ററി, ഇപ്പോൾ BC ആവട്ടെ, ഏതൊരു ഹിസ്റ്ററീസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഏതൊരു റെവല്യൂഷൻ്റെയും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ലൈഫ് എന്ന് പറയുന്നത് 3 decades to 5 decades ആണ്. എന്ത് എനർജിയുടെയും
ഇപ്പോൾ പേജറിൽ നിന്ന് മൊബൈൽ ഫോണിലേക്ക് മാറി എന്ന് പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി ഹൈഡ്രജൻ വരും, അതിൽ ഒരു സംശയവും വേണ്ട. ഹൈഡ്രജൻ കഴിഞ്ഞാൽ അടുത്തത് ചിലപ്പോൾ വേറെ പലതും വരും. പക്ഷേ നമ്മൾ ഒരു ഇൻഡസ്ട്രിയെ ആ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഗവൺമെൻറ് സപ്പോർട്ടിങ്ങും വലിയ കമ്പനീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സും അവരെ ഒന്നും കാണാതെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. അത് മിനിമം 3 decades എങ്കിലും നിലനിൽക്കണം. ROE മീറ്റ് ചെയ്യാനല്ല എന്ന് പറയുന്നത്. ഒരു റെവല്യൂഷൻ എപ്പോഴും ഒരു 3 decades, ഒരു 30 വർഷങ്ങൾ അല്ലെങ്കിൽ 50 വർഷങ്ങൾ അത് സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കും. ഹൈഡ്രജൻ വരും, ഹൈഡ്രജനെ പോലത്തെ ഹൈഡ്രജൻ വരുമ്പോൾ അടുത്ത ടെക്നോളജി വരും. ഇതിനെ പതുക്കെ പതുക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒഴിവാവണം. നമ്മൾ ഒഴിവാവുന്ന പോലെ തന്നെയാണ് ഏതൊരു ടെക്നോളജി. സോ 2050 EVകൾ ഞാൻ പേഴ്സണലി കാണുന്നത് ഒന്നുകിൽ പറക്കുന്ന EVകൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ ഇപ്പോഴുള്ള EVകൾ സ്വാഭാവികമായും വാനിഷായി മറ്റൊരു ടെക്നോളജി വന്നേക്കാം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. പണ്ടത്തെ 50 വർഷം മേ ബി ഒരു 25 വർഷമോ 20 വർഷമായിട്ട് ചുരുങ്ങാം അല്ലേ? നമ്മൾ ആ സ്റ്റീം എഞ്ചിനിൽ നിന്ന് മറ്റേ കോമ്പോസിഷൻ എഞ്ചിനിലേക്ക് വന്ന സമയത്തുണ്ടായ മേ ബി അടുത്തത് ഇപ്പം EV വന്നു. ഇനി ചിലപ്പോൾ ഒരു 20 വർഷം കൊണ്ടൊക്കെ ചിലപ്പം സാധനം മൊത്തം മാറി മറിഞ്ഞേക്കാം. നമ്മൾ പറക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. ഒബി എൻജോയ് ദ സെഷൻ. എല്ലാവരും സെഷൻ എൻജോയ് എന്ന് വിചാരിക്കുന്നു. എന്നാലും എൻ്റെ പ്രവചനം ഫലിക്കുമെന്നറിയാൻ വേണ്ടി 25 വർഷം കൊണ്ട് ഞാൻ ജീവിച്ചിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.